ओम नमो भगवते ओम नमो भगवते वासुदेवाय धन्वन्तरिये अमृतकलशहस्ताय सर्वमय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः। अस्मिन् परात्मन्ननुवात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्तवो मामरोगराशिं निरुन्ति वातालय वासविष्णु। Today we are going to read the sloka 6 to 10 from the 53rd ദശകം of ശ്രീമദ് നാരായണീയം. ശ്രീമദ് നാരായണത്തിലെ 53ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകത്തിൽ നിന്നും 10ാമത്തെ ശ്ലോകം വരെ ഇന്ന് വായിക്കാൻ പോവാണ്. തദീയഭൃത്യാനഭിജംബുകത്വേ നോഭാഗദാനഗ്രജ സംയുതസ്ത്വം ജംബൂഫലാനിവ തദാ നിരാസ്താഃ ശാലേഷു ഖലൻ ഭഗവൻ നിരാസ്തഃ. തനീയഭൃത്യാൻ അഭിജംബുകത്വേന ഉപാഗദാന അഗ്രജഃ സംയുതത്വം ജംബൂഫലാനിവ തദാ നിരാസ്തഃ ശാലേഷു ഖലൻ ഭഗവാൻ നിരാസ്തഃ. തദീയഭൃത്യാൻ അഭിജംബുകത്വേന ഉപാഗദാനം അഗ്രജഃ സംയുതത്വം ജംബൂഫലാനിവ തദാ നിരാസ്തഃ ശാലേഷു ഖലൻ ഭഗവൻ നിരാസ്തഃ. തദീയഭൃത്യാൻ അഭിജംബുകത്വേ നോഭാഗദാൻ അഗ്രജ സംയുതസ്ത്വം ജംബൂഫലാനി ഇവ തദാ നിരാസ്തു താലേഷു കേലൻ ഭഗവൻ നിരാസ്തഃ. തദീയഭൃത്യാൻ അഭിജംബുകത്വേന ഉവാഗദാൻ അഗ്രജ സംയുതത്വം ജംബൂഫലാനി ഇവ തദാ നിരാസ്തഃ താലേഷു കേലൻ ഭഗവൻ നിരാസ്തഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനെ ആ സമയം കുറുനരികളായി വന്നു ചേർന്നവരായ അവൻ്റെ ഭൃത്യന്മാരെയും ജ്യേഷ്ഠനോടുകൂടി നിന്തിരുവടി അനായാസമായി കളിയായി തന്നെ ഞാവൽപ്പഴങ്ങളെ എന്ന പോലെ പനകളിലേക്ക് എടുത്ത് എറിഞ്ഞു. ഭഗവാനെ ആ സമയം കുറുനരികളായി വന്നു ചേർന്നവരായ അവൻ്റെ ഭൃത്യന്മാരെയും ജ്യേഷ്ഠനോടുകൂടി നിന്തിരുവടി അനായാസമായി കളിയായി തന്നെ ഞാവൽപ്പഴങ്ങളെ എന്ന പോലെ പനകളിലേക്ക് എടുത്ത് എറിഞ്ഞു. അടുത്ത ശ്ലോകം. വിനിഘ്നതി ത്വയ്യതജംബൂഖൗഘം നനാമകത്വാദ് വരണത്തദാനീം ഭയകുലോ ജംബുക നാമധേയം ശ്രുതിപ്രസിദ്ധം വിദിതേതി മന്യേ. വിനിഘ്നതി ത്വയി അതജംബുഖൗഘം സനാമതത്വാദ് ഭരണത്തദാനീം ഭയാകുല ജംബുക നാമധേയം ശ്രുതിപ്രസിദ്ധം വ്യതിത ഇതി മന്യേ. വിനിഘ്നതി ത്വയ്യതജംബുഖൗഘം സനാമകത്വാദ് വരണത്തദാനീം ഭയകുലോ ജംബുക നാമധേയം ശ്രുതിപ്രസിദ്ധം വ്യതിതേതി മന്യേ. വിനിഘ്നതി ത്വയ്യതജംബുഖൗഘം സനാമകത്വാദ് വരണത്തദാനീം ഭയകുലോ ജംബുക നാമധേയം ശ്രുതിപ്രസിദ്ധം വ്യതിതേതി മന്യേ. അനന്തരം നിന്തിരുവടി ജംബുക സമൂഹത്തെ കൊന്നു തുടങ്ങിയ സമയം അപ്പോൾ വരുണൻ പേരാണെന്ന കാരണത്താൽ പേരാണെന്ന കാരണത്താൽ ഭയം കൊണ്ട് പരിഭ്രമിച്ചനായി ജംബുകൻ എന്ന് തനിക്കുള്ള പേരിനെ മാത്രം പ്രസിദ്ധമുള്ളതാക്കി ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അനന്തരം നിന്തിരുവടി ജംബുക സമൂഹത്തെ കൊന്നു തുടങ്ങിയ സമയം നിന്തിരുവടി ജംബുക സമൂഹത്തെ കൊന്നു തുടങ്ങിയ സമയം അതായത് വരുണന് ജംബുകൻ എന്നും പേരുണ്ട്. അപ്പോൾ അനന്തരം നിന്തിരുവടി ജംബുക സമൂഹത്തെ കൊന്നു തുടങ്ങിയ സമയം ജംബുകൻ എന്ന പേര് തനിക്കുള്ളത് കൊണ്ട് അപ്പോൾ ആ ഭയം കൊണ്ട് ജംബുകൻ എന്ന പേര് വേദത്തിൽ മാത്രം പ്രസിദ്ധമുള്ളതാക്കി തീർക്കാനായിട്ട് വരുണൻ ഏർപ്പാട് ചെയ്തു. വരുണൻ അതിനുള്ള വരുണൻ വന്നിട്ട് ജംബുകൻ എന്ന പേര് വേദത്തിൽ മാത്രം അറിഞ്ഞാൽ മതി. കാരണം നീ ജംബുക സമൂഹത്തെ മുഴുവൻ കൊന്നൊടുക്കിയത് കൊണ്ട് വരുണന് ജംബുകൻ എന്നും ഒരു പേരുള്ളത് കൊണ്ട് വരുണനൊരു പേടി തോന്നി. അതുകൊണ്ട് ജംബുകൻ എന്ന പേര് വേദത്തിൽ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വരുണൻ ചെയ്യിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന്
ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുകയാണ്. അങ്ങനെ ജമ്പുക സമൂഹത്തെ കൊന്നൊടുക്കി എന്നർത്ഥം. അതായത് അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം. തവാവതാരസ്യ ഫലം മുരാരേ സജ്ജാതമധ്യേതി സുരൈനുദസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി ബാലൈഹി സമം താലഫലാന്യഭുക്താഃ. തവാവതാരസ്യ ഫലം മുരാരേ സജ്ജാതമധ്യേതി സുരൈനുദസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി ബാലൈഹി സമം താലഫലാന്യഭുക്താഃ. തവാവതാരസ്യ ഫലം മുരാരേ സജ്ജാതമധ്യേതി സുരൈനുദസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി ബാലൈഹി സമം താലഫലാന്യഭുക്താഃ. തവ അവതാരസ്യ ഫലം മുരാരേ സജ്ജാതം അദ്യ ഇതി സുരേഹി നുദത്വം സത്യം ഫലം ജാതഃ ഇഹ ഇതിഹാസി ബാലൈഹി സമം താലഫലാനി അഭുങ്ക്താഃ ഫലാനി അഭുങ്ക്താഃ. തവ അവതാരസ്യ ഫലം മുരാരേ സജ്ജാതമദ്യ ഇതി സുരേഹി നുദസ്ത്വം സത്യം ഫലം ജാതൈഃ ഇതിഹാസി ബാലൈഹി സമം താലഫലാനി അഭുങ്ക്താഃ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലേ മുരാരി, അപ്പോൾ അങ്ങയുടെ അവതാരത്തിൻ്റെ ഫലമുണ്ടായി എന്നിപ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട നിന്ദനുപടി വാസ്തവമാണ്. ഇവിടെ ഫലമുണ്ടായി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ബാലന്മാരോടൊരുമിച്ച് പനമ്പഴങ്ങൾ എടുത്ത് തിന്നു തുടങ്ങി. അവിടെ പനമ്പഴങ്ങൾ മുഴുവൻ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ധേനുകാസുരൻ്റെ തോട്ടത്തിൽ. അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. അതായത് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ധേനുകാസുരൻ വന്ന് ദേവന്മാരോട് ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അയാളുടെ തോട്ടത്തിൽ മുഴുവൻ പനമ്പഴങ്ങളാണ്. അപ്പോൾ ആ പനമ്പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധേനുകാസുരനും കൂടെയുള്ള ധേനുകാസുരൻ്റെ അനുയായികളൊക്കെ വന്ന് കൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്യുകയും കൃഷ്ണൻ അവരെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ദേവന്മാർക്കൊക്കെ സന്തോഷമുണ്ടായി. അപ്പോൾ അവർ സന്തോഷിച്ചപ്പോൾ അതെ ഇവിടെ പഴമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള പഴങ്ങളെല്ലാം എടുത്ത് കൃഷ്ണനോട് കഴിച്ചു. കാരണം ആ പഴം കഴിക്കാൻ സമ്മതിക്കാറില്ലായിരുന്നു. കാരണം ധേനുകാസുരൻ്റെ ശിഷ്യന്മാർ കൂടെ ഉള്ളവർ അവിടെയുള്ള പനമ്പഴങ്ങളൊന്നും തൊടാനും സമ്മതിക്കാറില്ല. അവരെല്ലാം കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പഴങ്ങൾ ഇവിടെയൊക്കെ ധാരാളം പഴങ്ങളുണ്ട് എന്ന് കൃഷ്ണൻ കളിക്ക് പറഞ്ഞു അത്രേ. അതായത് ദേവന്മാരൊക്കെ സന്തോഷിച്ചു ധേനുകാസുരനെ കൊന്നു കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ. അപ്പോൾ കൃഷ്ണനും പറഞ്ഞു ഇവിടെ പഴങ്ങളുണ്ടായി. ഇതാണ് ധാരാളം പഴങ്ങൾ കൃഷ്ണന് കഴിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇത് സാരം പറയുന്നത്. അടുത്തത് 9ാമത്തെ ശ്ലോകം. മദദ്രുവസൃന്തി ബൃഹന്തി താനീം ഫലാനി മേധാ ഭരപുരന്തി ഭുങ്ക്ത്വാ തൃപ്തൈച ദുബ്ധൈർഭവനം ഫലൗകം പഹദ്ഭിരാഗ ഫലുബാലകൈസ്ത്വം. മനുസ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോ ഭരഭൃന്തി ഭുങ്ക്ത്വാ തൃപ്തൈഃ ച തൃപ്തൈഃ ഭവനം ഫലവോകം വക്താവി ആകാ ഖലു ബാലകൈത്വം. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോ ഭരഭൃന്തി ഭുങ്ക്ത്വാ തൃപ്തൈഃ ച തൃപ്തൈഃ ഫലനം ഫലവോകം ലഹദ്ഭിഃ ആകാഃ ഖലു ബാലകൈത്വം. ഫലാനി മേധോ മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോ ഭരഭൃന്തി ഭുങ്ക്ത്വാ തൃപ്തൈഃ ച തൃപ്തൈഃ ഭവനം ഫലവോകം പഹദ്ഭിഃ ആകാഃ ഖലു ബാലകൈത്വം. മദദ്രുവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോ ഭരഭൃന്തി ഭുങ്ക്ത്വാ തൃപ്തൈച തൃപ്തൈർഭവനം ഫലൗകം വഹദ്ഭിരാഗാഃ ബലുബാലകൈസ്ത്വം. തേൻ ഒഴുകുന്നവയും ഉള്ളിൽ നല്ല കഴമ്പുള്ളതും വലിയവയുമായ ആ താലഫലങ്ങളെ തിന്നിട്ട് തൃപ്തി വന്നവരും അഹങ്കരിച്ചവരുമായി പഴങ്ങളെയും ചുമന്നുകൊണ്ട് നടക്കുന്ന ബാലകരൊന്നിച്ചു തന്നെ അങ്ങ് സ്വഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നു. ധേനുകാസുരൻ്റെ തോട്ടത്തിൽ ധാരാളം പനമ്പഴങ്ങളുണ്ട്. അതെല്ലാം ഈ പിള്ളേരൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ധേനുകാസുരനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ധേനുകാസുരനൊക്കെ കൊന്നൊടുക്കി അവരുടെ ശിഷ്യന്മാരെയും. അപ്പോൾ അവിടെ കിട്ടിയ പഴങ്ങളെല്ലാം ഇഷ്ടംപോലെ കഴിച്ചിട്ട് തിരിച്ച് കുറേ പഴങ്ങളൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തേൻ ഒഴുകുന്നവയും ഉള്ളിൽ നല്ല കഴമ്പുള്ളതും വലിയവയുമായ ആ താലഫലങ്ങളെ തിന്നിട്ട്
തൃപ്തി വന്നവരും അഹങ്കരിച്ചവരുമായി പഴങ്ങളെയും ചുമന്നുകൊണ്ട് നടക്കുന്ന ബാലകരും ഒന്നിച്ച് അങ്ങ് സ്വഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 10ാമത്തെ ശ്ലോകം. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യഭ്യർ മധുരാണി ലോകൈഃ ജയേതി ജീവേതി നുതോ വിഭൂത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ഹത ഹത തേനുക ഇതി ഉപേദ്യ ഫലാനി അദദ്ഭിഃ മധുരാണി ലോകൈഃ. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാനി അദദ്ഭിഃ മധുരാണി ലോകൈഃ ജയ ഇതി ജീവ ഇതി നുദവിഭൂത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ഹത ഹത തേനുക ഇതി ഉപേദ്യ ഫലാനി അദദ്ഭിഃ മധുരാണി ലോകൈഃ ജയ ഇതി ജീവ ഇതി നുദഃ വിഭൂത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാനി അദദ്ഭിഃ മധുരാണി ലോകൈഃ ജയേതി നുദോ വിഭൂത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ധേനുകൻ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞത് കേട്ട് വന്നു ചേർന്ന സ്വാദുള്ള ഫലങ്ങളെ തിന്നുന്ന ജനങ്ങളാൽ പ്രഭുവായ ഗുരുവായൂരപ്പ ജയിക്കട്ടെ, എന്നെ ആയുഷ്നായി ഭവിക്കട്ടെ, എന്നെ സ്തുതിക്കപ്പെട്ട നിന്തിരുവടി രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചിരടിയാലും. ധേനുകൻ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞത് കേട്ട് അത് കൊണ്ടുവന്ന് ചേർന്ന ഫലങ്ങളെയും തിന്ന പ്രഭുക്കളാൽ ജയിക്കട്ടെ എന്ന് കൊണ്ടുവന്ന് ചേർന്ന അവിടെയുള്ള അതൊക്കെ ധേനുകൻ കൊല്ലപ്പെട്ടു പിന്നെ അവിടെ നിന്ന് എന്നുള്ള വാർത്തകളും പിന്നെ കൊണ്ടുവന്ന പഴങ്ങളും ഒക്കെ കഴിച്ചു കഴിഞ്ഞ ജനങ്ങൾ ഗുരുവായൂരപ്പനെ വാഴ്ത്തി ജയിക്കട്ടെ എന്ന് വാഴ്ത്തി. അങ്ങനെ വാഴ്ത്തപ്പെട്ട നീ എന്നെ എൻ്റെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. ധേനുകൻ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞത് കേട്ട് അത് വന്നു ചേർന്ന സ്വാദങ്ങളായ ഫലങ്ങളെയും തിന്നുന്ന ജനങ്ങളാൽ പ്രഭുവായ ഗുരുവായൂരപ്പ ജയിക്കട്ടെ, ആയുഷ്മാനായി ഭവിക്കട്ടെ എന്ന ജനങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട സ്തുതിക്കപ്പെട്ട നിന്തിരുവടി എന്നെ എൻ്റെ രോഗത്തിൽ നിന്നും കാത്തരുളിയിടേണമേ. ധേനുകൻ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞത് കേട്ട് അത് കൊണ്ടുവന്ന് ചേർന്ന സ്വാദുള്ള ഫലങ്ങളെയും തിന്നുന്ന ജനങ്ങളാൽ പ്രഭുവായ ഗുരുവായൂരപ്പ ജയിക്കട്ടെ എന്നും ആയുഷ്മാനായി ഭവിക്കട്ടെ എന്നും ജനങ്ങളാൽ സ്തുതിക്കപ്പെട്ട നിന്തിരുവടി എന്നെ എൻ്റെ രോഗത്തിൽ നിന്നും കാത്തരുളിയിടേണമേ. ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. 53ാമത്തെ ദശകത്തിൽ 1ാമത്തെ ശ്ലോകത്തിൽ നിന്ന് 10ാമത്തെ ശ്ലോകം വരെ ചേർത്ത് വായിക്കാൻ പോവാണ്. 53ാമത്തെ ദശകത്തിൽ. അദിത്യ ബാല്യം ജഗദാംബദേത്വം ഉപേത്യ പൗഗുണ്ഡ വയോമനോജ്ഞം ഉപേക്ഷ ബൽസ വനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായാം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തിഃ ഗോത്രാപരിത്രാണകൃതേവ ദീർണഃ തദേവ ദേവാരപദാസ്തദായത്. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം ഭിക്ഷചരൻ സുഖേന ഹൃദാമനാംനക സുസർഗസ്യ വാചാം മേധാദഗാദ് ധേനുകാനനം ത്വം ഉത്താളതാളീ നിവഹേതു ദുക്ത്വാ ബലേന ദൂതേന ബലേന ദോർഭ്യാം മൃദുഗരച്ഛാപ്യ പതത്പുരസ്താത് ഫലോത്കരോ ധേനുകദാനവോപി സമുദ്യതോ ദൈനികപാലൈനഹം കഥം പദം ധേനുകമദ്യ കുർവേ ഇതീവ മധ്യാ ധ്രുവമഗ്രജേന സുരോഗയോധാരമ ജീഗനസ്ത്വം തദീയവൃത്യാനപി ജംബുകത്വേ നോഭാഗദാനഗ്രജ സംയുതസ്ത്വം ജംബൂഫലാനീവ തഥാ നിരസ്താഃ താലേഷു കേലൻ ഭഗവന്നിരസ്തഃ വിനിഗ്രതി ത്വയ്യത ജംബുകൗകം സനാമകത്വാദ് വർണ്ണത്തദാനീം ഭയകുലോ ജംബുകനാമധേയം ശ്രുതിപ്രസിദ്ധം വിദിതേതി മന്യേം. തവാവതാരസ്യ ഫലം മുരാരേ സജ്ജാതമധ്യേതി സുരൈതനുസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി ബാലൈ സമം താലഫലാനി ഭുങ്ക്ത്വാ മധുദ്രവസ്രന്തി ഭരന്തിതാനീം ഫലാനി മേധോരഭരഭ്രന്തി ഭുങ്ക്ത്വാ തൃപ്തൈ ച ദപ്തൈർഭവനം ഫലൗഖം വഹദ്ഭിരാഗാഃ ഖലു ബാലകൈസ്ത്വം. ഹതോ ധേനുക ഇത്യുപേത്യു ഫലാനി ഹത ധേനുക ഇതി ഉപേത്യു ഫലാനി അദദ്ഭിഃ
മധുരാണി ലോകൈഃ ജയേതി ജീവേതി നുദോ വിഭോത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.